അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ സൂറത്തായ സൂറ അൽ ഖദറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ഖദറിലെ 1-ാമത്തെ ആയത്തിൻ്റെ ആശയം നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് അടുത്ത ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. 2-ാമത്തെ ആയത്ത്. വമാ അദ്റാക നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? എവിടേക്കാണ് പഠിച്ചത്? വമാ അദ്റാക മൽ ഖാരിഅ അല്ലേ? പിന്നെ പഠിച്ചത് എവിടെയാണ്? വമാ അദ്റാക മാ ഹിയ. പിന്നെ വമാ അദ്റാക മൽ ഹുത്തമ. ഇനിയും ഒരുപാട് വമാ അദ്റാക വരും. എന്തായിരുന്നു അർത്ഥം? വമാ എന്താണ്, അദ്റ അറിയുന്നു, ക നീ. വമാ അദ്റാക നിനക്ക് എന്തറിയാം എന്നുള്ള ഒരു ചോദ്യമാണ്. വമാ അദ്റാക നിനക്കെന്തറിയാം, മാ എന്താണെന്ന്, ലൈലത്തുൽ ഖദ്ർ വിധി നിർണയ രാവ് എന്താണെന്ന് നിനക്കറിയാമോ ചോദ്യമാണ്. ആരോടായിരിക്കും ചോദ്യം? ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലേ? പിന്നെ ആരോടാണ്? നമ്മളോടാണ്. ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരോടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാവും, ഇതൊന്നും അറിയണമല്ലോ, എന്തായിരിക്കും ലൈലത്തുൽ ഖദ്ർ? എന്തിനാ അള്ളാഹു ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ അറ്റൻഷൻ പൂർണ്ണമായും അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലേ? ക്ലാസ് നടക്കുമ്പോൾ ടീച്ചേഴ്സ് പല ചോദ്യങ്ങൾ ചോദിക്കില്ലേ? പേന എടുത്തിട്ട് വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കും അല്ലേ? ദിസ് ഈസ് എ പെൻ എന്ന് ഉത്തരം പറയും. എന്ന പോലെ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടുത്താനാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവിൻ്റെ ചോദ്യം. ആരാ മറുപടി പറയാം? അള്ളാഹു തന്നെ പറയും. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ, ഈ വിധി നിർണയ രാവുണ്ടല്ലോ, മഹത്വത്തിൻ്റെ രാവ്, ഖൈർ, അത് ഉത്തമമാണ്, മഹത്തരമാണ്, ശ്രേഷ്ഠമാണ് എന്നൊക്കെ അർത്ഥം പറയാം അല്ലേ? ഖൈർ എന്ന വാക്ക് നേരത്തെ നമ്മളെവിടെ പഠിച്ചത്? ഏതോ ഒരു സൂറയിൽ പഠിച്ചില്ലേ ഖൈർ? ഓർക്കുന്നുണ്ടാവും. ഖൈറിൻ്റെ എതിർവാക്ക് പഠിച്ചിട്ടുണ്ട്, ഷർ. അതെവിടെ പഠിച്ചത്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് മിൻ ഷർരി മാ ഖലഖ്. സൂറത്തുൽ ഫലഖിലും സൂറത്തുൽ നാസിലൊക്കെ ഷർറ് പഠിച്ചിട്ടുണ്ട്. ഖൈർ എവിടെ പഠിച്ചത്? ഖൈർ നമ്മൾ പഠിച്ചത് സൂറ അൽ ആദിയാത്തിലാണ് അല്ലേ? മനുഷ്യന് സമ്പത്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പഠിച്ചിരുന്നു. അവിടെ ഖൈറിൻ്റെ അർത്ഥം സമ്പത്ത് എന്നാണ് നമ്മൾ പഠിച്ചത്. സാധാരണ ഖൈറിന് നന്മ എന്നർത്ഥം പറയും, ഇപ്പോൾ ഷർറ് തിന്മയാണ്. പക്ഷെ അവിടെ സൂറത്തുൽ ആദിയാത്തിൽ ഖൈറിൻ്റെ അർത്ഥം സമ്പത്ത് എന്ന് തന്നെയായിരുന്നു. വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് അതികഠിനമായ ഇഷ്ടം കാണിക്കുന്നവനാണ് മനുഷ്യൻ അല്ലേ? ഇവിടെ ഖൈറിന് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥമാണ് നന്മ, അല്ലെങ്കിൽ ശ്രേഷ്ഠം, ഉത്തമം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈർ. ഈ ലൈലത്തുൽ ഖദ്ർ വിധി നിർണയ രാവ്, മഹത്വത്തിൻ്റെ രാവ്, ഏറെ ശ്രേഷ്ഠമാണ്. മിൻ അൽഫി ഷഹർ. മിൻ ഇവിടെ അർത്ഥം അതിനേക്കാൾ എന്നാണ്. സാധാരണ എന്താ നമ്മൾ അർത്ഥം പറയാം? ഇൽ നിന്ന് എന്നാണ് അല്ലേ? മിൻ ഷർരി മാ ഖലഖ. സൃഷ്ടിച്ചവയുടെ, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് പഠിച്ചത്. ഇവിടെ പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റൈലാണ്. അതിനേക്കാൾ എന്ന് പറയാനാണ് ഉപയോഗിക്കുക. മിൻ അൽഫി ഷഹർ. അൽഫ് 1000, ഷഹർ മാസം.
1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ് ലൈലത്തുൽ ഖദർ എന്ന രാവ്. ആ ഒറ്റ രാവ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹു പറയാണ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് 1000 പറഞ്ഞത്? 2000 പറഞ്ഞുകൂടെ? അല്ലെങ്കിൽ 10000 പറഞ്ഞുകൂടെ? അല്ലേ? പൊതുവെ അങ്ങനെ ഒരു ശൈലി ഉണ്ടല്ലോ, 1000 1000 1000 അഭിവാദ്യം എന്നൊക്കെയല്ലേ നമ്മൾ മുദ്രാവാക്യം വിളിക്കാം. 1000 എന്നത് ഒരു അനന്തമായ എണ്ണം എന്ന രൂപത്തിലാണ് പറയാം. ഒരു കണക്കില്ലാത്ത എണ്ണം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അറബി ഭാഷയിൽ പ്രത്യേകിച്ചും അങ്ങനെയാണ്. അറബികൾ പൊതുവെ 1000 എന്ന രൂപത്തിലെല്ലാം എണ്ണം. 1,00,000 ആണെങ്കിൽ 100,000 എന്നെണ്ണം. മിഅത്തു അൽഫ് 100,000 ആ സ്റ്റൈലാണ് എണ്ണ. അപ്പോൾ അതിനോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു തആല 1000-ത്തെക്കുറിച്ച് പറയുന്നത്. 1000 എന്ന് പറയുന്നതും 1000 എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? എന്ന് പറഞ്ഞാൽ എത്രയും അധികം എന്ന് സൂചിപ്പിക്കാനാണ്. ആയിരക്കണക്കിന് എന്ന ശൈലിയിൽ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് നമ്മൾ മലയാളത്തിലും, അല്ലേ? അപ്പോൾ ഖൈറും മിൻ അൽഫി ഷഹർ, അനന്തമായ ധാരാളക്കണക്കിനുള്ള എന്നൊരാശയം അതിലുണ്ട്. പിന്നെന്താ ഉദ്ദേശം? അത് ഒരു മനുഷ്യൻ്റെ സാധാരണഗതിയിലുള്ള ആയുഷ്കാലമില്ല, ഒരാൾ ജീവിക്കുന്ന കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് 60-നും 70-നും ഇടയിലാണ് ആയുസ് എന്നാണ്. പക്ഷെ അതിൽ കൂടുതൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് കേരളത്തിൽ തന്നെ ഒരാളുടെ ആയുസ് വളരെ ദീർഘിച്ച കാലമാണ്, 80-ഉം 90-ഉം ഒക്കെയാണ്, അല്ലേ? സാധാരണഗതിയിൽ പുരുഷായുസ് എന്ന് പറയും മലയാളത്തിൽ. 83 വർഷവും കുറച്ച് മാസങ്ങളുമാണ് ഒരു പുരുഷായുസ്സായിട്ട് കാണും. അത്രയും കാലം ഒരാൾ ജീവിച്ചാൽ അയാൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്ന് പറയും. മാസത്തിൽ ഒരു പൂർണ്ണചന്ദ്രനല്ലേ? അപ്പോൾ 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു 84 വയസ്സെത്തിയ ആൾ ജീവിക്കുന്ന കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അല്ലാഹു തആല ആ നിലയ്ക്ക് പറയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഈ വിധി നിർണയ രാവ്, ആ പ്രത്യേക രാവുണ്ടല്ലോ, ഖുർആൻ അവതരിച്ച രാവ് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. എന്താ ഉദ്ദേശം? ആ ഒറ്റ ഒരു രാവിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്താൽ, നമസ്കരിക്കുകയും ദിക്ർ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഖുർആൻ ഓതുകയൊക്കെ ചെയ്താൽ 1000 മാസം നന്മ ചെയ്തതിൻ്റെ, ഇബാദത്ത് ചെയ്തതിൻ്റെ, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചതിൻ്റെ പുണ്യം നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, വമ്പിച്ച ഓഫറാണ്, അല്ലേ? റമദാനിൽ ഒരുപാട് ഓഫറുകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഫർദിൻ്റെ കൂലിയുണ്ട്, ഫർദിന് 70-ഉം അതിലേറെയും ഇരട്ടി കൂലിയുണ്ട്. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് നോമ്പ് നോറ്റതിന് തുല്യമായ കൂലിയുണ്ട്. ഭക്ഷണം കഴിപ്പിച്ചാൽ പാപമോചനം ലഭിക്കും. ഇങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട്. അതിൽ ഇതേ റമദാനിൽ തന്നെ, റമദാനിൽ ഒരു പ്രത്യേക രാവിലെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ 1000 മാസം പുണ്യം ചെയ്തതിൻ്റെ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നേടാൻ പറ്റുന്നതാണ്. ഈ കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചിരുന്നോ? പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചും നിസ്കരിച്ചും ഖുർആൻ ഓതിയൊക്കെ കഴിച്ചു കൂട്ടിയിരുന്നോ? എങ്കിൽ നമുക്കും അത് കിട്ടിയിട്ടുണ്ടാവും, അല്ലേ എന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല ഇങ്ങനെ ഒരു ഓഫർ നൽകാൻ, ഇതിനൊരു കാരണം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ 80 കൊല്ലം തുടർച്ചയായിട്ട് ഇബാദത്ത് ചെയ്ത ഒരാളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്തിനൊക്കെ വല്ലാത്ത ആഗ്രഹം, റസൂലെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ റസൂൽ പറയാണ്, ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രാവുണ്ടല്ലോ, ഈ രാവിൽ നിങ്ങൾ അതുപോലെ നന്മ ചെയ്താൽ നിങ്ങൾക്ക് നേടാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു ഓഫറാണിത്. പക്ഷേ ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 27-ാം രാവിലെ മാത്രം ആളുകൾ പള്ളിയിൽ പോയിരുന്ന് ഒരുപാട് നിസ്കരിച്ചും ഇബാദത്തുകൾ ചെയ്തൊക്കെ കഴിയുന്നത് കാണാം, അല്ലേ? അങ്ങനെ ഒരു രാത്രി മാത്രം ചെയ്താൽ അത് കിട്ടുമോ എന്നുള്ളതാണ്. പലപ്പോഴും അത് സാധിക്കണമെന്നില്ല. ഇതൊരു ലോട്ടറി അടിക്കും പോലെ പെട്ടെന്നൊരു ദിവസം അള്ളാഹു ഓഫർ പ്രഖ്യാപിച്ചു. ചില മോളിലൊക്കെ അങ്ങനെ പ്രഖ്യാപിക്കാറില്ലേ? അപ്പോൾ തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക, വമ്പിച്ച ലാഭം കിട്ടി എന്ന പോലെ പെട്ടെന്നൊരു രാത്രിയിൽ നമുക്ക് ലൈലത്തുൽ ഖദറിനെ തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുമോ? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് ഇവിടെ ഉള്ളത്, അല്ലേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. പക്ഷെ അത് നേടാൻ കഴിയണമെങ്കിൽ നമ്മൾ റമദാൻ മാസം മുഴുവനും പരിശ്രമിക്കണം. നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് മാറ്റുമ്പോഴായിരിക്കും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴായിരിക്കും ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാം?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? റമദാനിലെ അവസാന 10 ഒറ്റയായ രാവുകളിലാണ്. 21, 23, 25 അങ്ങനെ 29 വരെയുള്ള രാവുകളിൽ ഇതിനെ പ്രതീക്ഷിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ആ വിവരം പറയാൻ വേണ്ടി പള്ളിയിലെത്തുമ്പോഴേക്ക് അല്ലാഹു അത് മറപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതിൽ നിങ്ങൾക്കൊരു ഖൈറുണ്ട്. എന്താ ഖൈറ്? നിങ്ങളൊരു പ്രത്യേക രാവിൽ മാത്രം നന്മ ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസവും നന്മ ചെയ്യല്ലോ. റമദാനിൽ പ്രത്യേകിച്ചും അവസാനത്തെ 10 മുഴുവനും പള്ളിയിൽ കഴിച്ചു കൂട്ടിയും ആരാധനകളിലും ദാനധർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഒരുപാട് പുണ്യം നേടാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു തആല അത് സസ്പെൻസിൽ നിർത്തിയിരിക്കുകയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം മാത്രം ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടാണ്? ആ ദിവസം മാത്രം ഇബാദത്ത് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ധാരണയാണ് അല്ലേ? ആ നിലയിൽ പല സംഭവങ്ങളും തഫ്സീറുകളൊക്കെ പറയുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാം? 9 അക്ഷരമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന ഈ സൂറത്തിൽ എത്ര തവണയുണ്ട്? 3 തവണ. അപ്പോൾ 3 9 3 × 9 27 കണ്ട. അപ്പോൾ 27നാണ് എന്ന് ചിലർ പറയുന്നു. ഈ സൂറത്തുൽ ഖദ്റിൽ ആകെ എത്ര വേർഡ്സ് ഉണ്ടെന്നറിയാം? എത്ര വാക്കുകളുണ്ട്? 30 വാക്കുകളാണ് മൊത്തം എണ്ണി നോക്കിയാൽ. അതിൽ 27ാമത്തെ വാക്ക് ഏതാണെന്നറിയാം? ഹിയ എന്ന വാക്കാണ്. സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ. ഹിയ അത്. അപ്പോൾ അത് 27ാമത്തെ വാക്കാണ്. അതുകൊണ്ട് 27ാമത്തെ രാവിലായിരിക്കും അത് സംഭവിക്കുക. ഇങ്ങനെയൊക്കെ പലരും പല കണക്കുകളും പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അല്ലാഹു തആല അത് നൽകുന്നത് കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി കഴിച്ചു കൂട്ടുന്നവർക്കാണ് എന്ന് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ സവിശേഷമായ രാവിന് സാക്ഷികളാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.